അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, സുദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗത്ത് കാണാം, വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ്യാ, എന്നെ നബിയായി നിയോഗിച്ചയച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ മിൻ അബ്ദിൻ റസഖഹുല്ലാഹു മാലാ, അല്ലാഹ് സമ്പത്ത് നൽകിയ ഒരൊറ്റ അടിമയുമില്ല. സുമ്മ ബർറവാലിദൈ, ആ സമ്പത്ത് ഉപയോഗിച്ച് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു, സേവനം ചെയ്തു, അങ്ങനത്തെ ഒരൊറ്റ അടിമയുമില്ല. ഇല്ലാ കാന മഈ ഫിൽ ജന്ന, എന്നോടൊപ്പം അവർ സ്വർഗത്തിലായിട്ടല്ലാതെ ഇല്ല. അല്ലാഹ് ഒരാൾക്ക് സമ്പത്ത് കൊടുത്താൽ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ബാപ്പാക്ക് ഉമ്മാക്ക് സേവനം ചെയ്യണം. മനസ്സിലായോ? ചിലര് പറയും, ഉമ്മ നിങ്ങൾക്ക് ഹജ്ജിന് പോണ്ട ബാധ്യത അല്ല, എന്തേ നിങ്ങൾക്ക് സ്വത്തില്ല. അപ്പൊ ഉമ്മ പറയാം, മോനെ എനിക്കിഷ്ടം പോലെ സ്വത്ത് അല്ലാഹ് തന്നിട്ടില്ലേ, കുറച്ചതിൽ നിന്ന് എനിക്ക് തന്നിട്ട് ഇന്നൊന്ന് ഹജ്ജിന് പറഞ്ഞാച്ചൂടെ, ഇന്നൊന്ന് ഉംറക്ക് പറഞ്ഞാച്ചൂടെ. നമ്മൾ അപ്പുറത്തെ താത്ത കഴിഞ്ഞ ആഴ്ച ഉംറക്ക് പോയി വന്നത്, മറ്റേ താത്ത കഴിഞ്ഞ വർഷം പോയി വന്നു, മറ്റേ താത്ത കൊറോണയിൽ ഉംറക്ക് കൊടുത്തിട്ട് പഠിച്ചോനെ ഉംറ ചെയ്യാതെ മരിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ഈ ആഴ്ച പോയി വന്നത്. ഉമ്മ നമ്മളോട് പറയും, എനിക്കൊന്ന് പോണ്ട മോനെ, ഇഷ്ടംപോലെ സ്വത്ത് അല്ലാഹ് തന്നിട്ടില്ലേ, എനിക്കൊന്ന് പറഞ്ഞാച്ചൂടെ, ഇനിയൊന്ന് പറഞ്ഞാച്ചൂടെ. അപ്പൊ മോൻ പതുക്കെ പോയിട്ട് ട്രാവൽസുള്ള ആൾക്കാരോട് ചോദിച്ചു, എത്രയാണ് ഉംറക്ക്? ഉംറക്ക് ഇപ്പൊ കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട്, ഒരു 19 റുപ്യൊക്കെ വരും. അല്ലാ, 80 റുപ്യ വരുമോ? ഒരു ട്രീറ്റ്മെന്റിന് നമ്മൾ എത്ര കൊടുക്കും? ഒരു അസുഖം വന്നാൽ എത്ര ചെലവഴിക്കും? എത്രയും ചെലവഴിക്കൂലേ? ഒരൊറ്റ ദിവസത്തെ ട്രീറ്റ്മെന്റിന് 1.5 ലക്ഷമാണെന്ന് പറഞ്ഞാൽ തരൂല. അറിയോ? പറയൂ ആരെങ്കിലും? തരൂല, ആരും പറയില്ല. 1.5 ആണെങ്കിൽ 1.5, 2 ആണെങ്കിൽ 2.5, ഇനി 10 ആണെങ്കിൽ 10. ഇതൊന്നും മാറി കിട്ടണമെന്നല്ലേ പറയുള്ളൂ. അതാ 80 ഉമ്മാ കൊടുത്ത ഈ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരുമോ? ഈ വിഷമത്തിന്റെ ആവശ്യം വരുമോ? ഒന്നും വരൂല. ആ കൊടുത്ത കാരണം കൊണ്ട് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും തഖ്വയും ഇഖ്ലാസും ഒക്കെ ഏറ്റി തരും. അമ്മ ചോദിക്കാണ്, മോനെ എനിക്കും ഉംറക്ക് പോകണം. എല്ലാരും പോയി വന്നിട്ട് അതിന്റെ ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാണ്. ഞങ്ങൾ അവിടെ പോയി, ഹിജ്ർ ഇസ്മായിൽ ഇതായിരുന്നു, ഹജറുൽ അസ്വദ് നല്ലൽക്കൊന്ന് തൊടാൻ പറ്റി, നേർക്കേരൊന്ന് തൊടാൻ പറ്റി. അതിനുവേണ്ടി ഞങ്ങൾ പല സന്ദർഭങ്ങളും നോക്കി. വിദായിന്റെ തവാഫിന്റെ നേരത്തെ ഞങ്ങൾക്ക് നല്ല അവസരം കിട്ടി. ഇതൊക്കെ പറയുമ്പോ ഈ ഉമ്മാന്റെ മനസ്സിൽ, പഠിച്ചോനെ ഞാൻ ഹജറുൽ അസ്വദ് കണ്ടിട്ടില്ലല്ലോ, മഖാം ഇബ്രാഹിം കണ്ടിട്ടില്ലല്ലോ, ഹിജ്ർ ഇസ്മായിൽ കണ്ടിട്ടില്ലല്ലോ, മീസാബ് കണ്ടിട്ടില്ലല്ലോ, ഇതൊക്കെ എനിക്കൊന്ന് കാണണ്ടേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലം മാറ്റമില്ലാത്ത സ്ഥലമുണ്ട് അവിടെ, മക്കയിലുണ്ട്. ഹിറാ ഗുഹ എന്ന് പറയുന്ന ഗുഹയുണ്ട് ജബലുന്നൂറിന്റെ മുകളില്. അവിടേക്കൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോ ഞാൻ കാണോ എന്നൊക്കെ ആലോചിച്ച് ഉമ്മ ഇങ്ങനെ കണ്ണീര് വാർക്കാണ്, ബാപ്പ ഇങ്ങനെ വിഷമിക്കാൻ. പക്ഷെ മക്കള് ബാപ്പാനോട് എന്താ പറഞ്ഞു അറിയോ? നിങ്ങൾക്ക് നിർബന്ധമല്ല, കാരണം നിങ്ങളെ അക്കൗണ്ടിൽ എന്തില്ല, പൈസ, സ്വത്തില്ല. ഇവര് താമസിക്കുന്നതൊക്കെ ബാപ്പാന്റെ സ്വത്താ. ഇവര് താമസിക്കുന്ന ഭൂമിയും ഇവര് താമസിക്കുന്ന വീടും ഇതൊക്കെ, ഇതിനൊക്കെ ചെലവ്, ഇഷ്ടം പോലെ ചെലവ് ആ ബാപ്പാന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. എനിക്കിഞ്ഞ് കാര്യമായിട്ടൊന്നും വേണ്ട, മക്കൾ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ ഇതിന് ബാപ്പ കൊടുത്തതാ. ഏതെങ്കിലും അക്കൂട്ടത്തിലുള്ള ഒരാളെ ഏതെങ്കിലും ഒരു മുറ്റത്തിന്റെ അപ്പുറത്ത് പിൻഭാഗത്തുള്ള കുറച്ചൊരു 3 സെന്റ് വിറ്റാൽ ബാപ്പക്കും ഉമ്മക്കും ഉമ്രക്കും പോയിരുന്നു. അതുകൂടി വേണ്ട, അവരൊക്കെ സ്വസ്ഥായിട്ട് താമസിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് വിട്ടുകൊടുത്ത്. ഇപ്പൊ ഇവര് പറയുന്നു വാപ്പാനോട്, നിങ്ങൾക്ക് സ്വത്തില്ലാത്തത് കൊണ്ട് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്താ ഇലൈഹി സബീല എന്ന ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു. ഞാൻ ആയത്തില്ലാതെ പോണ്ട, മനിസ്തത്താ ഇലൈഹി സബീല, സാധിക്കണ്ടേ, സാമ്പത്തിക കഴിവ് വേണ്ട, അതില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പോണ്ട. എന്താ ഇപ്പൊ ഹദീസിൽ നമ്മൾ കേട്ടത്? ഒരു മനുഷ്യൻ അല്ലാഹു തആല സ്വത്ത് കൊടുത്തിട്ട് ആ സ്വത്ത് കൊണ്ട് വാപ്പക്കും ഉമ്മക്കും ഗുണം ചെയ്താൽ ഇല്ലാ കാന മഈ ഫിൽ ജന്ന, സ്വർഗത്തിലാണ് നല്ല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നോടൊപ്പം സ്വർഗത്തിലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നോടൊപ്പം ആ സമ്പത്ത് ഉപയോഗിച്ച് വാപ്പക്കും ഉമ്മക്കും സേവനം ചെയ്തു. കുടിക്കാനോ? ഇല്ലാ കാന മഈ ഫിൽ ജന്ന, എന്നോടൊപ്പം സ്വർഗത്തിലാണ്. തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ബാപ്പക്കും ഉമ്മക്കും വേണ്ടി സമ്പത്ത് ചെലവഴിക്കാം. ഞാൻ ഹദീസാണ്, ഒന്ന് എന്റെ വക ഉദല്ല. അപ്പൊരാള് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഫഇല്ലം യകുല്ലഹു വാലിദാനി ഫിദ്ദുനിയാ ഫമാ യഫ്അലു. കേട്ടോളൂ, അയാൾക്ക് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഇല്ലെങ്കിലോ, ഇല്ലാത്ത സമയത്താണ് സമ്പത്ത് വന്നതെങ്കിലോ, അങ്ങനെ ചോദ്യല്ലേ. ബാപ്പയും ഉമ്മയും ഇയാൾക്ക് സമ്പത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. അങ്ങനെ ഇയാളൊരു ജോലിയിലൊക്കെ പ്രവേശിച്ച് സമ്പത്ത് വന്നപ്പോഴേക്ക് ബാപ്പയില്ല, ഉമ്മയില്ല. ഇപ്പോഴും ഉണ്ടല്ലോ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് കൊണ്ട് വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്യണമെന്നല്ലേ നേരത്തെ പറഞ്ഞ്. പിന്നെ അവര് ഹയാത്തിലില്ല, മരിച്ചോയില്ലേ. എന്നാ എന്താ ചെയ്യേണ്ടത്? തങ്ങൾ പറയുന്നു മറുപടി, എന്താ ചെയ്യേണ്ടത് എന്നറിയോ? യത്തസദ്ദഖു അൻഹുമാ,
ബാപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ ദാനം ചെയ്യണം. ഭക്ഷണം നൽകിയിട്ട് വഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓദിച്ചിട്ട് ഔ ബിദ്ദുആ, ദുആ അർപ്പിച്ചിട്ട്. ദുആർക്കാൻ ഖുർആൻ ഓദിന് ഖത്മത്തിനൊക്കെ ആൾക്കാരെ വിളിക്കുമ്പോ ഖത്മ തീർന്നാലും ഒരു സദ്യ ഉണ്ടാക്കൽ സുന്നത്തില്ലേ? ഒക്കെ നമ്മൾ പഠിച്ചാണ്, പക്ഷെ നമ്മൾ ഉണ്ടാക്കൂലെന്ന് മാത്രം അല്ലേ? 10 വലീമത്തുകളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വലീമത്ത് എത്ര കാര്യമായിട്ടുള്ളത്? 1 അല്ലെങ്കിൽ 2, ഏറിപ്പോയാ 3, അല്ല അപ്പുറം ഉണ്ടോന്ന് എനിക്കറിയില്ല. 1 ഉണ്ട് ഏതായാലും അല്ലെ? നിക്കാഹ് കഴിഞ്ഞാൽ വലിമത്തില്ലേ? അതുണ്ട് ഉസ്താദെ, കല്യാണത്തിന് അതുണ്ട്. രണ്ടാമത്തെ ചില സ്ഥലത്തൊക്കെ ഉണ്ട്, മാർക്കം ചെയ്യണ സമയത്ത് വലിമത്ത് അല്ലെ? അത് ചില സ്ഥലത്തൊക്കെ ഉണ്ട്, സുന്നത്താണത്. മൂന്നാമത്തതും ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അതേതാ? മുസാഫിർ പോകുമ്പോഴും വരുമ്പോഴും അതുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ബാക്കിയുള്ളിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ ഖത്മ തീർത്താൽ ഒരു സദ്യ. ഇത് ഇന്നുണ്ടാക്കിയതല്ല കേട്ടോ, അങ്ങനെ ശരിക്കുള്ളതാണ്. നിങ്ങൾ ആരും വിചാരിക്കണ്ട ഉസ്താദ് പുതിയ വലിമത്തായിട്ട് വന്നാണെന്നോ. അല്ല, ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദിനോട് ചോദിച്ചു 10 വലിമത്തുണ്ട് സുന്നത്ത്, അതിൽപ്പെട്ട ഒന്നാണ് ഖത്മുൽ ഖുർആന് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ സുന്നത്താണ്. അങ്ങനെ ഖുർആൻ ഖത്മ തീർത്തിട്ട് പാട്ടുപിരിവ് വേണം. പാട്ടുപിരിവില്ല നടക്കുമോ? എന്റെ പേരെന്താ? വെറും സൊഫാന. എത്രാം ക്ലാസ്സിലാ? 7ലാണ്. അതാ സൊഫാൻ വരുന്നുണ്ട്. നല്ല പൈസ കൊടുക്കില്ല, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല പൈസ കൊടുക്കും. അപ്പോ സമ്പത്തില്ലെങ്കിൽ അതാ പച്ചള്ള മാഷാ അല്ലാഹ് ജസാക്കല്ലാഹ്. പച്ചള്ളല്ലേ കുടിക്കേണ്ടി അല്ലേ? ഫ്ലാസ്കൊക്കെ ഉണ്ടായിക്കൊണ്ട് നല്ലതാ. ചായ കൊടുക്കാൻ ഉസ്താദന്മാർക്ക് സുഖല്ലേ? ഇത് ഇവിടുത്തെ ഫ്ലാസ്കാണ്, മദ്രസല്ലേ? വേറെ ബാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ തങ്ങളെ മറുപടി, അവരെ പേരിൽ സ്വതക്ക ചെയ്യണം. ഭക്ഷണം കൊടുത്തുകൊണ്ട്, വഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ടും, ഔ ബിദ്ദുആഇ, ദുആ ചെയ്തിട്ടും. 40 ദിവസം 40 ദിവസം ഖത്മ ഓതാ. 40 ദിവസം ഓതുന്ന ആൾക്കാർ നല്ലോണം ഓത്ത് പഠിച്ച ആൾക്കാരാണ്. നല്ല ഹാസിബീങ്ങളെ കൊണ്ട് ഓതിപ്പിച്ച് ഓരോരുത്തർക്കും ഇഷ്ടം പോലെ, അഥവാ ഓരോരുത്തർക്കും ഒരു 10,000 രൂപ, 4 ആൾ ഓതാണെങ്കിൽ 40,000 ആ കിടക്കുന്ന ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഓതിനാണ് കൊടുക്കുന്നത്. ചെലവല്ലേ? ചെലവഴിക്കാതെ ഒരാൾ വിട്ടേച്ചു പോയാൽ അവൻ ബാപ്പയോടും ഉമ്മയോടും എതിര് പ്രവർത്തിച്ചവനായി, എടങ്ങേറ് വരുത്തിയവനായി. ബാപ്പക്കും ഉമ്മക്കും എതിര് ചെയ്ത ആള് അല്ലാഹു തആലാക്കും എതിര് ചെയ്തവനാണ്. മാമിൻ അബ്ദിൻ സല്ലൽ ഫരീള, ആ ഹദീസിന്റെ ബാക്കിയിലാണ്, ഫർള് നിസ്കരിക്കുന്ന ഒരൊറ്റ അടിമയുമില്ല. വദഅ ലിവാലിദൈഹി ബിൽ മഗ്ഫിറ, ബാപ്പക്കും ഉമ്മക്കും മഗ്ഫിറത്തിന് വേണ്ടി അവൻ ദുആർക്കുന്നു. ഇല്ലസ്തജാബല്ലാഹു ദുആഹു, ആ ദുആഇന് അല്ലാഹു ഉത്തരം കൊടുക്കുന്നു. അതുകൊണ്ട് ആ നിസ്കാരം കഴിയുമ്പോഴൊക്കെ നമ്മൾ ദുആർക്കാറില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ, ബാപ്പക്കും ഉമ്മക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ദുആഇന് വലിയ പ്രത്യേകതയുണ്ട്. ആ ദുആ കൊണ്ട് അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കും. വലൗ കാനാ ഫാസിഖൈനി, ബാപ്പയും ഉമ്മയും ദുർമാർഗികളായിട്ടാണ് പിരിഞ്ഞു പോയതെങ്കിലും മക്കളുടെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കും. നമ്മളെ ബാപ്പക്കും ഉമ്മമാർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവരെ പൊരുത്തം സമ്പാദിക്കാത്തൊരു പ്രവർത്തനം നമുക്ക് വേണ്ട. ആ പ്രവർത്തനം കൊണ്ട് കാര്യമായിട്ട് ദുനിയാവിൽ ഒന്നും കിട്ടുകയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരെ തങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട്. കാണാൻ വേണ്ടി സദസ്സിലിരിക്കാൻ വന്നവരെ തിരിച്ചയച്ചിട്ടുണ്ട്. തങ്ങളോടൊപ്പം മദീനയിൽ താമസിക്കാൻ വന്നവരെ തിരിച്ചയച്ചിട്ടുണ്ട്. സെയ്ദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹു അൻഹു തിരിച്ചയച്ചില്ല. സെയ്ദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് മാറി 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 ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോ ആരോ പിടിച്ച് ചന്തയിലാക്കി. പിന്നെ അടിമ എന്നുള്ളവർക്ക് അങ്ങനെ വിറ്റു അടിമയൊന്നല്ല, വിറ്റ് അവസാനം മക്കയിലെത്തി. മക്കയിലെ ചന്തയിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വാങ്ങിക്കൊണ്ടുവന്ന അടിമയാണ് സെയ്ദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹു അൻഹു. പിന്നെ ആ ഖദീജ റളിയല്ലാഹു അൻഹ സെയ്ദ് ഇബ്നു ഹാരിത്ത് തങ്ങളെ നബിതങ്ങൾ കൊടുത്തു, നിങ്ങൾ എടുത്തോളി എന്ന് തങ്ങൾ മോചിപ്പിച്ചു. അങ്ങനെ കുടുംബമൊക്കെ അന്വേഷിച്ച്, പലരും അന്വേഷിച്ചു. ഒരിക്കൽ അമ്മാവന്മാരും ബന്ധുക്കളും സെയ്ദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹു അൻഹു മക്കയിലുണ്ട് എന്നൊരു വിവരം കിട്ടിയവർക്ക് അങ്ങനെ വന്ന് രഹസ്യമായിട്ട് നോക്കി, നമ്മൾ ആ പറയുന്ന സെയ്ദ് തന്നെയാണോ ബോധ്യപ്പെട്ടപ്പോ അവർ തിരിച്ചു പോയിട്ട് മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളെ മകൻ കുറെ കാലമായി കാണുന്നില്ല, ഇങ്ങനെ അടിമച്ചന്തയിൽ വിറ്റിട്ട് ഇങ്ങനെ മാറി മാറി വന്നാണ്, മക്കത്തുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പയും ഉമ്മയും കൂടി മക്കയിൽ വന്നു. അപ്പോഴേക്ക് സെയ്ദ് ഇബ്നു ഹാരിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പതിഞ്ഞിട്ടുണ്ട്. തങ്ങളെയും ഖദീജ ഉമ്മയും വിട്ടി വിരിഞ്ഞിട്ടൊരു ജീവിതം കഴിയൂല. ആ നിലക്ക് അവരെ മനസ്സിൽ ലയിച്ചിട്ടുണ്ട്. ബാപ്പയും ഉമ്മയും വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, സെയ്ദേ ഉപ്പയും ഉമ്മയാണ് വന്നത്, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ പൊയ്ക്കോളി. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അത് മാത്രം തങ്ങൾ എന്നോട് പറയരുത്, പോകാൻ എന്നോട് പറഞ്ഞു നബി. കാരണം തങ്ങൾ അത്രയും ഞാൻ സ്നേഹിച്ചു, എന്റെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു, ലയിച്ചു പോയി നബിയെ. ജീവിതത്തിൽ എനിക്ക് വിട്ടുപിരിയാൻ പറ്റൂല, എനിക്ക് വേർപിരിയാൻ കഴിയൂല. സങ്കടം പറഞ്ഞപ്പോൾ ഉപ്പാനോടും ഉമ്മാനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും നിങ്ങൾ വിടുകയാണെങ്കിൽ ഇങ്ങോട്ട് വിട്ടാൽ മതി. സെയ്ദ് റളിയല്ലാഹു അൻഹു ഇവിടെ ഉണ്ടാകും, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്താശകളൊക്കെ ചെയ്യും. എന്തിനു മാത്രം പറയണം, സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നല്ലോണം ഒരുങ്ങി യുദ്ധത്തിന് പോകാൻ നബി തങ്ങളൊപ്പേ ഊതി വെച്ചിട്ട് വാഹനൊക്കെ റെഡിയാക്കി. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ നടക്കൂലട്ടോ, നടക്കൂല, ഞാനാണ് നിനക്ക് മുലപ്പാൽ എന്ന്, നടക്കൂല. അല്ല ഉമ്മ, ഞാൻ പോകും, എനിക്ക് പോയേ പറ്റും, കാരണം എനിക്ക് പോയില്ലെങ്കിൽ ഇനി ഒരു അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ. അങ്ങനൊക്കെ പറഞ്ഞു. അങ്ങനല്ലേ നമ്മൾ എവിടേക്കും പോകുമ്പോലല്ലത്. എനിക്കിത് ആരോട് കൂടെ പോകുന്നത്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയാണ്. എനിക്ക് മറ്റൊരു അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ ഉമ്മ, ഞാൻ ഇതിന് ഏതായാലും പോകും. അല്ല മോനെ പോകരുത്, മുലപ്പാല് നൽകിയത് ഞാനാണെങ്കിൽ നീ പോകരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതൊക്കെ കേട്ടിട്ടും വാഹനമൊക്കെ ഒരുക്കി റെഡിയാക്കി, എല്ലാ സാമഗ്രിയും റെഡിയാക്കി നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്തിയപ്പോ തങ്ങൾ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, കുടിച്ച മുലപ്പാല് വരെ ഉമ്മ ഓർമ്മപ്പെടുത്തിയിട്ടും കെട്ടി റെഡിയാക്കി ഇങ്ങോട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. കഴിഞ്ഞു, തന്ന മുലപ്പാല് വരെ ഉമ്മ ഓർമ്മപ്പെടുത്തിയില്ലേ, എന്നിട്ടും നിങ്ങൾ വാഹനങ്ങളൊക്കെ റെഡിയാക്കി നേരം കൊണ്ട് പുറപ്പെട്ടതാ. നടക്കൂലെന്ന് പറഞ്ഞു, തിരിച്ചു പോകണം, പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിലേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ബാപ്പാന്റെയും ഉമ്മാന്റെയും അനുവാദമില്ലാതെ ഇസ്ലാം അംഗീകരിച്ച ഒരു വിഷയം പോകാൻ പറ്റി പറഞ്ഞ ഒരൊറ്റ വിഷയം ഉണ്ടെങ്കിൽ അത് ത്വലബുൽ ഇൽമ് മാത്രാണ്. ത്വലബുൽ ഇൽമ് മാത്രാണ്, അറിവ് പഠിക്കാൻ. കച്ചവടം ചെയ്യാൻ വേണ്ടി വിദേശത്തേക്ക് പോകണം, പെർമിഷൻ വേണ്ടേ? വേണോ? വേണം. ഹജ്ജിന് പോകാനും സമ്മതം വേണം, സിയാറത്തിന് പോകാനും സമ്മതം വേണം, കുടുംബ സന്ദർശനത്തിന് പോകാനും സമ്മതം വേണം, ടൂറ് പോകാനും സമ്മതം വേണം. ഇതെന്തൊരു സമ്മതമാണ്! ഇൽമിന്റെ വഴി ഓരോരുത്തർക്കുമുള്ള ഫർളാണല്ലോ, ബാധ്യതയാണല്ലോ. അതിന് സമ്മതം വേണ്ട. എത്രമാത്രം വലിയ ബഹുമാനമാണ് അതിലുള്ളത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ബാപ്പയുടെയും ഉമ്മയുടെയും സമ്മതത്തിന് കാതോർക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരെ പൊരുത്തക്കേട് സമ്പാദിച്ചാൽ അള്ളാഹുവിന്റെ ലഅനത്ത് വാങ്ങേണ്ടി വരും.